നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യത, ജാഗ്രതാ നിർദ്ദേശം. വാങ്ങുന്നവരെക്കാൾ വിൽക്കുന്നവർ അധികം, ബഹ്റൈനിൽ 10 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില. വേനൽക്കാലത്ത് വാഹനങ്ങളിൽ തീപിടുത്തം സംഭവിക്കുന്നത് തടയാൻ ക്യാമ്പയിനുമായി ബഹ്റൈൻ. ഖുർആൻ പഠനം പുതിയ TV ചാനലുമായി ഷാർജ. പൊടിക്കാറ്റിൽ മുങ്ങി UAE, ദൂരക്കാഴ്ച കുറഞ്ഞു. UAEയുടെ ആദ്യ ലോ ഓർബിറ്റ് ഉപഗ്രഹം ഭ്രമണപഥത്തിൽ. പ്രകൃതി ദുരന്തം മുൻകൂട്ടി അറിയാം, ഗതാഗതം കൂടുതൽ സ്മാർട്ടാകും. ബാൽക്കണിയിൽ വസ്ത്രമുണക്കിയാൽ കാത്തിരിക്കുന്നത് തടവും പിഴയും, മുന്നറിയിപ്പുമായി മസ്കറ്റ്. ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യത, ജാഗ്രതാ നിർദ്ദേശം. നാളെ മുതൽ ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 21 വരെ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരും. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. മസ്കത്ത്, തെക്കൻ ഷർക്കിയ, അൽ വുസ്ത, ദോഹാർ ഗവർണറേറ്റിൽ മഴ ലഭിക്കും. ശക്തമായ കാറ്റും വീശും. തീരദേശങ്ങളിൽ തിരമാല ഉയരും. മഴ ശക്തമായാൽ വാതികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. വാങ്ങുന്നവരെക്കാൾ വിൽക്കുന്നവർ അധികം, ബഹ്റൈനിൽ 10 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില. കുതിച്ചുയർന്ന സ്വർണ്ണവില. ബഹ്റൈനിൽ 10 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തി സ്വർണ്ണവില. 21 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 26.400 ബഹ്റൈൻ ദിനാറായി ഉയർന്നു. അതേസമയം 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഏകദേശം 30 ബഹ്റൈൻ ദിനാറിലെത്തി നിൽക്കുകയാണ്. സ്വർണ്ണവിലയിലെ കുതിപ്പ് വിപണിയെ സാരമായി ബാധിച്ചു. വിപണിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ വരുന്നവരെക്കാൾ കരുതിവെച്ച സ്വർണം വിൽക്കാനായിട്ട് പലരും ശ്രമിക്കുന്നു എന്ന് മനാമയിലെ സ്വർണ്ണ വ്യാപാരി പറഞ്ഞു. നിലവിലെ നിരക്കിൽ ഉപഭോക്താക്കൾ പലരും സ്വർണം വാങ്ങാൻ മടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. വേനൽക്കാലത്ത് വാഹനങ്ങളിൽ തീപിടുത്തം സംഭവിക്കുന്നത് തടയാൻ ക്യാമ്പയിനുമായി ബഹ്റൈൻ. വേനൽക്കാലത്ത് വാഹനങ്ങളിൽ തീപിടുത്തം സംഭവിക്കുന്നത് തടയുന്നതിന് ബോധവൽക്കരണ ക്യാമ്പയിനുമായി ബഹ്റൈൻ. ഇത്തരം സംഭവങ്ങൾ സമീപകാലത്ത് പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സിവിൽ ഡിഫൻസ് ബോധവൽക്കരണ ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. ഖുർആൻ പഠനം പുതിയ TV ചാനലുമായി ഷാർജ. രാജ്യത്തെ ആദ്യ ഖുർആൻ ടെലിവിഷൻ ചാനലിന് തുടക്കമിട്ട് ഷാർജ. ഖുർആൻ പാരായണവും പഠിപ്പിക്കലുമാണ് ചാനലിന്റെ മുഖ്യ ലക്ഷ്യം. പുതുതലമുറയെ ഖുർആൻ പഠിപ്പിക്കുന്നതിനും ആശയങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും പ്രത്യേകം രൂപപ്പെടുത്തിയ പരിപാടികളാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ചാനൽ ആരംഭിച്ചത്. 24 മണിക്കൂറും ഖുർആനുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംപ്രേഷണം ചെയ്യും. രാജ്യത്തെ പ്രമുഖ സേവനദാതാക്കൾ വഴി ചാനൽ എല്ലാ വീടുകളിലും ലഭിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്, ഷാർജ. പൊടിക്കാറ്റിൽ മുങ്ങി UAE, ദൂരക്കാഴ്ച കുറഞ്ഞു. ദുബായിൽ പൊടിക്കാറ്റ് ശക്തമായതിനെ തുടർന്ന് രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞതിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറഞ്ഞിരുന്നു. അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളത്തിൽ ദൂരക്കാഴ്ച 3000 മീറ്ററിൽ താഴെ എത്തിയതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്ന് ഉച്ചവരെ കടൽ പ്രക്ഷുബ്ധമാകും. 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശും. വാഹനയാത്രക്കാർക്ക് ഇന്നലെ പ്രത്യേക സുരക്ഷാ മുന്നറിയിപ്പുകൾ ട്രാഫിക് സൈൻ ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. UAEയുടെ ആദ്യ ലോ ഓർബിറ്റ് ഉപഗ്രഹം ഭ്രമണപഥത്തിൽ. പ്രകൃതി ദുരന്തം മുൻകൂട്ടി അറിയാം, ഗതാഗതം കൂടുതൽ സ്മാർട്ടാകും. ഭൂമിയെ ഉയരത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നതിനും പ്രകൃതി ദുരന്തം മുൻകൂട്ടി അറിയുന്നതിനും UAEയുടെ ആദ്യ ലോ എർത്ത് ഓർബിറ്റ് സിന്തറ്റിക് ആപ്ചർ റഡാർ ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തി. കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹം സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ 11 ആണ് ഭ്രമണപഥത്തിലെത്തിച്ചത്. ഭൂമിയിലെ കൺട്രോൾ സ്റ്റേഷനുമായി ഉപഗ്രഹം ബന്ധം സ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ബാൽക്കണിയിൽ വസ്ത്രമുണക്കിയാൽ കാത്തിരിക്കുന്നത് തടവും പിഴയും, മുന്നറിയിപ്പുമായി മസ്കറ്റ്. മസ്കത്തിൽ തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ വിരിക്കുന്നവരെ കാത്തിരിക്കുന്നത് വൻ തുക പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷ. 50 റിയാൽ മുതൽ 5000 റിയാൽ വരെ പിഴയും 24 മണിക്കൂർ മുതൽ 6 മാസം വരെ തടവു ശിക്ഷ ലഭിക്കുന്ന നിയമലംഘനമാണിതെന്ന് മസ്കത്ത് നഗരസഭ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്.
ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.